സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ചില വാർത്തകൾ എന്ന് പറയുന്നത് എത്ര നാൾ ചില കള്ളങ്ങൾ മൂടി വെച്ചാലും അത് ആ സത്യം പുറത്തു വരും. അതായത് വിശ്വാസ സമൂഹത്തിനെ വിപ്ലവത്തിൻ്റെ പേരിൽ ബലിയാടാക്കിയ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ, അവരുടെ തന്നെ ആ ഒരു വലിയ കള്ളത്തരം ഇപ്പോൾ ആ പുകമറയൊക്കെ നീങ്ങി പുറത്തു വരുമോ എന്നൊരാശങ്ക. ശബരിമല ശ്രീധർമ്മശാസ്താവ് ശ്രീ അയ്യപ്പൻ ആ സത്യം പുറത്തു കൊണ്ടുവരുമോ? വിശ്വാസ സമൂഹത്തെ പറ്റിച്ച, വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയ ആ നീക്കം പൊളിയുകയായിരുന്നു. അത് ശരിക്കും നിയമത്തിൻ്റെ, അതായത് ഒരു നിയമത്തിൻ്റെ പരിരക്ഷയിൽ ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയായിരുന്നോ അത് എന്ന് ഇപ്പോൾ സംശയിക്കുന്നു. സർ, ആ സംശയം ബലവത്താകുന്ന രീതിയിലല്ലേ ഇപ്പോൾ വരുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില വാർത്തകൾ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വാർത്തകളും അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാടുകളും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളും കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായ ഒരു ഗൂഢാലോചന ഉണ്ട്. ഇതിന് രണ്ട് വശങ്ങളാണുള്ളത്. ഒന്ന് ഭക്തി, ആധ്യാത്മികത, വിശ്വാസം. മറുവശത്ത് പച്ചയായ രാഷ്ട്രീയം. അപ്പോൾ ഈ രാഷ്ട്രീയം എന്നുള്ളത് മതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. സത്യത്തിൽ കേരളത്തിൽ രാഷ്ട്രീയമേ ഇല്ല, മതം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ശരി. അത് കുറെ കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ 30% വരുന്ന മുസ്ലിം വോട്ടും 18% വരുന്ന ക്രിസ്ത്യൻ വോട്ടും ചേർന്നാൽ 48%. ബാക്കി 52% എന്ന ഹിന്ദു വോട്ട്. പേരിൽ പോലും ഹിന്ദു ഇല്ല. ഈ ശൈലി കേരളത്തില് രാഷ്ട്രീയക്കാർ നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ടൊരു എളുപ്പമുണ്ട്. 30, 18, 48% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ഏകോപിപ്പിച്ച് നിർത്തിയാൽ അവർക്ക് കേരളം ഭരിക്കാൻ വളരെ. അപ്പോൾ ശബരിമല ക്ഷേത്രത്തെ തകർത്താൽ, ആ വിശ്വാസങ്ങളെ തകർത്താൽ, ഹിന്ദുക്കൾ ഒന്നുകൂടി ചിതറിത്തെറിച്ചാൽ അധികാര രാഷ്ട്രീയം വളരെ സുരക്ഷിതമായിരിക്കും. ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ അവരെ സംരക്ഷിച്ചുകൊള്ളും. ഇതാണ് അയ്യപ്പനെ ആക്രമിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. അതായത് അയ്യപ്പ വിശ്വാസങ്ങളെ, ശബരിമല വിശ്വാസങ്ങളെ കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് തകർക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം കോടതി വിധികളുണ്ട്? 2 ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള തർക്കം കോടതി വരെ എത്തി. സുപ്രീം കോടതി വിധിയും പറഞ്ഞു. പക്ഷേ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ LDFനും UDFനും ചങ്കൂറ്റമില്ല. അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം അങ്ങനെ ചിന്തിച്ചാൽ, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ മന്ത്രിസഭകൾ നിലംപതിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെയാണ് മുസ്ലിം നിയമം. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ഈ വഖഫിന്റെ നിയമം വളരെ വ്യക്തമായി നിലവിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ആ നിയമം അനുസരിച്ച് കേരളത്തിൽ വഖഫ് ചെയ്യപ്പെട്ടു പോയ ഭൂമികൾ പിടിച്ചെടുക്കാൻ, അത് ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ അവരുടെ സിംഹാസനങ്ങളും താഴെ വീഴുമെന്നറിയാം. അപ്പോൾ സംഘടിത മുസ്ലിം വോട്ടിന്റെയും ക്രിസ്ത്യൻ വോട്ടിന്റെയും മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയുമാണ് കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ഹിന്ദുവിനാണ്. അതാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും മേൽ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന കുതിരകയറ്റം. അവരെ സംബന്ധിച്ചിടത്തോളം സംഘടിത വോട്ട് ബാങ്ക് മതന്യൂനപക്ഷങ്ങളുടെ കൈവശമുണ്ട്. അത് മൊത്തമായിട്ട് ലഭിക്കും. പിന്നെ ഹിന്ദുക്കളെ, അവർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും അവരെ പല കഷണങ്ങളായി തല്ലി പൊട്ടിച്ച് ചിതറി തെറിപ്പിച്ച് അതിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഏതാനും ശതമാനം വോട്ടും കൂടെ കിട്ടിയാൽ ഭരണം ഉറപ്പായി. ഇടത് വലത് മുന്നണികളുടെ തന്ത്രം ഇതാണ്. ഇതിവിടുത്തെ പാവം ഹിന്ദുക്കൾ അറിയുന്നില്ല. അവരുടെ വിശ്വാസങ്ങളെ തകർക്കുമ്പോൾ അവരുടെ ഐക്യത്തെയാണ് തകർക്കുന്നത്, അവരുടെ കെട്ടുറപ്പിനെയാണ് തകർക്കുന്നത്, അവരുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള പരമമായ സത്യം ഹിന്ദുക്കൾ അറിയുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും
ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ സംഘടിതമായി വോട്ട് ചെയ്തതിന്റെ ഫലം നമ്മൾ കണ്ടു. 140 അംഗ അസംബ്ലിയിൽ 100-ലേറെ സീറ്റുകളോടെ ഒരു മുന്നണി അധികാരത്തിൽ വന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു മുന്നണി അതിദയനീയമായി തകർന്നു പോയെങ്കിൽ, ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ അതിശക്തമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതാണ് കേരളീയ സമൂഹം ഇന്ന് ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. സർ, അപ്പോൾ നമ്മളിതിപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവിനെ അദ്ദേഹം ഉൾപ്പെടുന്ന ജില്ലയിലെ ഘടകത്തിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. അപ്പോൾ സാർ, ഇത് നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഇവരെന്താണ് സാർ, ഇവർ വിപ്ലവം കാട്ടാനാണോ ശ്രമിച്ചത്? കാര്യം ഇത്രയും നമ്മളാ വിഷ്വൽസസ്, ഞാൻ സാറിന് ഓഫ് റെക്കോർഡ് ഞാൻ സാറുമായിട്ട് സംസാരിച്ചതാണ് ഈ വിഷയം. സാർ, ഇത്രയും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ പഴയ രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ പോലീസ് വേഷം ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ആ സ്ത്രീകളെ അവിടെ കൊണ്ട് എത്തിച്ചത്. സാർ, ഇത് ആർക്ക് വേണ്ടിയാണ്, ആരെ ധരിപ്പിക്കാനാണ് ഇത് ചെയ്തത് എന്ന് ആ ഏറ്റ മുറിവ് നമ്മുടെ ഹിന്ദു വിശ്വാസ സമൂഹത്തിന്, അയ്യപ്പ ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ ദൈവവിശ്വാസികൾക്കേറ്റ ആ മുറിവ് അതൊരിക്കലും ഉണങ്ങാത്തതാണ്. ഇത് ആരുടെ അജണ്ടയാണ്? ഇത് ആരുടെയോ അജണ്ട നടപ്പാക്കാൻ നിർബന്ധിതമായി കളിച്ചതുപോലെയല്ലേ സാർ? സാർ, അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിക്കാം. കാര്യം ഇതിൻ്റെ പരിണിത ഫലം എങ്ങനെ പോവുകയാണെന്ന് അറിയില്ല. കാര്യം എന്നായാലും സത്യം പുറത്തു വരും. അത് വളരെ വ്യക്തമാണ്. ഇവിടെ അയ്യപ്പനെതിരെ കളിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ അതിന്റെ ദുരിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള ആള് വളരെ ദാരുണമായി, ദയനീയമായി മരണമടഞ്ഞത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പല അധികാര സിംഹാസനങ്ങളും തകർന്ന് താഴെ വീണത് നമ്മൾ കണ്ടു. പല ഉദ്യോഗസ്ഥന്മാരും തെറിച്ചത് നമ്മൾ കണ്ടു. ആ കള്ളത്തെ മൂടിവെക്കാൻ വേണ്ടി UDF നിയമിച്ച ഉദ്യോഗസ്ഥൻ 24 മണിക്കൂറിനകം രാജിവെക്കേണ്ട അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ അയ്യപ്പനെതിരെ കളിക്കുന്നത് ആരാണേലും അവരുടെ മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ നോക്കാതെ അവരൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി നേരിട്ട് പൊതുസമൂഹത്തിന്റെ ഭക്തജനങ്ങളുടെ മുമ്പിൽ നാണം കെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി വരാൻ പോകുന്ന അന്വേഷണവും കോടതിയുടെ വിധിയും കൂടി വരുമ്പോൾ എല്ലാം പൂർണ്ണമാകും എന്ന് മാത്രം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ അയ്യപ്പന്റെ ശക്തി നാൾക്ക് നാൾ ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിപ്ലവം നടത്താൻ വേണ്ടി ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി നിലവിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോലീസ് വേഷത്തിൽ വളരെ വലിയ അകമ്പടിയോടുകൂടി ആചാര ലംഘനം നടത്തിയപ്പോൾ അവരെ ചവിട്ടുകൊട്ടയിലേക്ക് ഇവിടുത്തെ ജനാധിപത്യം വലിച്ചെറിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അതേ പേര് പറഞ്ഞ അധികാരത്തിലെത്തിയവർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയവർക്ക് വേണ്ടി വാദം നടത്തിയ വക്കീലിനെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ പിൻവലിപ്പിക്കേണ്ട ഗതികേട് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ കളം നിറഞ്ഞ് ആടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അയ്യപ്പനെതിരായിട്ടുള്ള നീക്കങ്ങളുടെ പ്രതിപക്ഷ നേതാവായി ഇന്ന് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും സാർ, തുടർന്ന് ഇതിൻ്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. കാര്യം നാളെയാണ് ആ പറയുന്ന പാർട്ടിയുടെ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു വലിയ നേതാവിനെ പുറത്താക്കുന്നു എന്ന് പറയുന്ന വാർത്തയൊക്കെ ഉള്ളത്. തുടർന്നും ആ വിഷയവുമായി നമുക്ക് ഇരിക്കാം. അവരുടെ രാഷ്ട്രീയമല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. ആ വെളിപ്പെടുത്തൽ എന്തായിരിക്കും, ഭക്തസമൂഹത്തിനേറ്റ ആ മുറിവ്, അതിൻ്റെ വെളിപ്പെടുത്തൽ എന്താകുമെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. തുടർന്ന് നമുക്കിരിക്കാം സാർ ഈ വിഷയവുമായി. നന്ദി. താങ്ക് യു സാർ.